ഹായ്, ഇന്ന് ഒന്നാം ഓണം, അതായത് ഉത്രാടം. അപ്പോൾ എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ ഉത്രാടദിന ആശംസകൾ. ഉത്രാടദിനത്തിൽ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന വിഭവം ചെറുപയർ വെച്ചൊരു ചെറുപയർ പായസമാണ്. അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഉത്രാടദിനത്തിൽ ചെറുപയർ പായസം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ചെറുപയർ പായസത്തിന് വേണ്ടി 250 ഗ്രാം ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനായി ഞാനൊരു ഓട്ടുരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓട്ടുരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പശു നെയ്യാണ്, നാടൻ പശു നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നെയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മളെ ചെറുപയർ നെയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഉണ്ട ശർക്കരയാണ്, ചെറിയ ശർക്കരയാണ് എടുത്തേക്കണത്. 1/2 കിലോ കഷ്ടിയേ വരുള്ളൂ. ഇതിലേക്ക് നമ്മൾ 1-ാം പാല് മാത്രമാണ് ചേർക്കുന്നത്. സാധാരണ 2-ാം പാലും ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് 1-ാം പാല് മാത്രമാണ് ഈ പായസത്തിൽ ചേർക്കുന്നത്. അത് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 2-ാം പാൽ എടുത്തിട്ടില്ല. ഞാൻ എല്ലാം കൂടി ചേർത്ത് ഒരു 1-ാം പാലായിട്ടാണ് എടുത്തേക്കണേ. അത് മുഴുവനായിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനിയോടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. കറുത്ത ശർക്കര ഞങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മൾ പായസത്തിന് നല്ല കളർഫുൾ ആവും. അപ്പോൾ നമ്മുടെ പായസം തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്രാടദിനത്തിലെ ഓണം, 1-ാം ഓണം എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതായത് കുട്ടികളുടെ ഓണമെന്നും ഉത്രാടദിനത്തിൽ പറയാറുണ്ട്. മുതിർന്നവർക്കായി തിരുവോണമാണ്, അടുത്ത നാളെയാണ്. അപ്പോൾ നമ്മുടെ പായസങ്ങൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഉത്രാടദിനം അടിപൊളിയാവട്ടെ. നമ്മുടെ പായസം അത് ഗംഭീരമായിക്കൊണ്ടിരിക്കട്ടെ. അതായത് തിരുവോണം ഗംഭീരമാക്കാം ഉത്രാടദിനത്തിലാണ് ആളുകൾ കൂടുതൽ കടകളിലേക്ക് പോകാറുള്ളത്. അതായത് പലചരക്കായാലും പച്ചക്കറി ആയാലും എല്ലാം ഉത്രാടദിനത്തിലെ ചില പ്രത്യേകതകൾ അങ്ങനെയുണ്ട്. കുട്ടികൾ വീട്ടിലിരുന്ന് ആഘോഷിക്കും, മുതിർന്നവർ പുറത്തു പോയി ആഘോഷിക്കും. അതൊക്കെയാണ് ഉത്രാടദിനത്തിൻ്റെ ചില പ്രത്യേകതകൾ. നമ്മുടെ ചെറുപയർ പായസത്തിലേക്ക് ചെറിയ പൊടിക്കൈകൾ ചേർക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് ഏലക്കയും ജീരകവും പൊടിച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഞാൻ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചു തരുവാണ്. ഇതിലൂടെ കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചുക്ക് മാത്രമാണ്. മധുരം ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പും കൂടി ഇടുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസം ഏറെക്കുറെ ഏകദേശം റെഡിയായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കേണ്ടതുണ്ട്. അതായത് കാഷ്നട്ട്, കിസ്മിക്സ്, തേങ്ങാക്കൊത്ത്, ഇത് 3ഉം നെയ്ക്കകത്ത് താളിച്ചിടണം. നമ്മുടെ ചെറുപയർ പായസത്തിലേക്ക് കാഷ്നട്ടും കിസ്മിക്സും തേങ്ങാക്കൊത്തും വറുത്തിടാൻ പോവുകയാണ്. ഉത്രാടദിനത്തിലെ അടിപൊളി ചെറുപയർ പായസം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുപയർ പായസം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിൽ പോയി ട്രൈ ചെയ്യണം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ചെറുപയർ പായസം. അപ്പോൾ ഉത്രാടദിനത്തിൽ ചെറുപയർ പായസം നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും ചെറുപയർ പായസം.
ഉത്രാട ദിനത്തിൽ ഞാനുണ്ടാക്കിയ ചെറുപായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ ഇതെല്ലാവരും വീടുകളിൽ പോയി ട്രൈ ചെയ്യണം. നാളെ തിരുവോണമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ തിരുവോണാശംസകൾ.